അധ്യായം 34. ലതാമണ്ഡപം. ആ മാന്തോപ്പിൽ കൂടി പോകുന്ന ഒറ്റയടി പാത വഴി പെണ്ണ് വേഗം നടന്നു. പരിചയമില്ലാത്ത വഴിയായതിനാൽ വന്ധ്യദേവൻ മരങ്ങളുടെ ഇടയിലൂടെ നടക്കാൻ ബുദ്ധിമുട്ടെന്ന് കണ്ട് ആ പെണ്ണ് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, "എന്തിനാ നീ നിൽക്കുന്നത്? ഏതു രാത്രിയിലും കണ്ണു കാണാൻ പറ്റുമെന്ന് വീമ്പിളുക്കാറില്ലേ?" അപ്പോൾ വന്ധ്യദേവൻ മുമ്പ് അവൾ കാണിച്ചതുപോലെ ശബ്ദമുണ്ടാക്കരുത് എന്ന ആംഗ്യം കാണിച്ചു. മതിലിന് വെളിയിൽ ആളനക്കം കേട്ടതുപോലെ തോന്നി. കുറെ നടന്നതിനു ശേഷം അവൻ ചിരിച്ചു. "എന്നെ തേടി വന്നവർ തിരിച്ചു പോയല്ലോ. നിന്നെ ആരെങ്കിലും പിന്തുടർന്നു വന്നായിരുന്നോ?" അല്പം ഭയത്തോടെ അവൾ ചോദിച്ചു. നിലാവെളിച്ചം അവൻ്റെ മുഖത്ത് പതിഞ്ഞപ്പോൾ അവനെ ആ പെണ്ണ് അത്ഭുതത്തോടെ നോക്കി. "എന്താ നോക്കുന്നത്?" അവൻ ചോദിച്ചു. നീ തന്നെയാണോ എന്ന് നോക്കിയതാ. "കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് വലിയ മീശ ഉണ്ടായിരുന്നല്ലോ?" അവൾ ചോദിച്ചു. "എന്നെപ്പോലെ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നവർക്ക് ഇടയ്ക്കിടെ വേഷം മാറണ്ടേ? നിന്നെ നല്ല പോലെ ചെറുപ്പം തോന്നിക്കുന്നല്ലോ. മനസ്സിന് സന്തോഷം വന്നാൽ ചെറുപ്പം താനേ വരും. എങ്ങനെയാ നിനക്കിത്ര സന്തോഷം വരുന്നേ? നിന്റെ ഇളയറാണിയുടെ ദയവുള്ളപ്പോൾ എൻ്റെ സന്തോഷത്തിന് കുറവ് വരുന്നത് എങ്ങനെ? കളിയാക്കണ്ട. ഒരു ദിവസം എൻ്റെ ഇളയറാണി മഹാറാണിയാവും. അന്ന് നീ നിന്റെ മന്ത്രശക്തി കൊണ്ടാണ് നടന്നത് എന്ന് പറയരുത്," അവൾ പറഞ്ഞു. അവന് കാര്യങ്ങളുടെ കിടപ്പ് ഒരുവിധം മനസ്സിലായി. ഇളയറാണിയെ പതിവായി കാണാൻ വരാറുള്ള മന്ത്രവാദിയാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എപ്പോഴും ഇരുട്ടിയ ശേഷമാണ് അവൻ വരുന്നത് എന്നതുകൊണ്ട് അവൾ അവനെ ശരിക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു. അവർ മാളികയുടെ അടുത്തെത്തി. 2 മാളികകളെയും നീളമേറിയ ഒരു തുറന്ന ഇടനാഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇടനാഴിയുടെ നടുവിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു അലങ്കാര ലതാമണ്ഡപത്തിനരികിലേക്കാണ് അവർ പോയത്. വലതുഭാഗത്തുള്ള മാളികയിൽ വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ഇടതുവശത്തെ മാളിക ഇരുട്ടിലാണ്ടിരുന്നു. അവനെ പുറത്തു നിർത്തി ആ പെണ്ണ് ലതാമണ്ഡപത്തിന് അകത്തേക്ക് പോയി. അകത്ത് സംസാരിക്കുന്ന ശബ്ദം കേട്ടു. "വരാൻ പറയൂ, എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു." വന്ധ്യദേവന് രോമാഞ്ചമുണ്ടായി. അത് ഇളയറാണിയുടെ ശബ്ദമാണ്. അടുത്ത നിമിഷം അവളുടെ മുന്നിൽ നിൽക്കേണ്ടി വരും. തന്നെ കണ്ടാൽ ദേഷ്യപ്പെടുമോ അതോ തന്നെ പിടിച്ച് ദളപതിയെ ഏൽപ്പിക്കുമോ? വരുന്നത് വരട്ടെ. വേണ്ട സമയത്ത് തന്നെ സഹായിക്കുന്ന സരസ്വതി വിലാസം ഇപ്പോഴും സഹായിക്കുമെന്ന് വിശ്വസിക്കാം. ആ പെണ്ണ് അങ്ങനെ അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. മണ്ഡപത്തിലെ കാഴ്ച കണ്ട് അവൻ സ്തബ്ധനായി. സ്വർണ്ണവിളക്കിൽ നിന്നും പുറപ്പെട്ട വെളിച്ചത്തിൽ വിളക്കിൽ ഒഴിച്ചിരുന്ന പ്രത്യേകതരം തൈലം കത്തുമ്പോൾ ഉണ്ടാകുന്ന സുഗന്ധം പരന്നിരുന്ന അന്തരീക്ഷത്തിൽ മലർമെത്ത വിരിച്ച സപ്രപഞ്ചക്കട്ടിലിൽ ചാഞ്ഞിരുന്ന് അഴകിൻ്റെ ദേവതയെപ്പോലെ പ്രകാശിച്ച ഇളയറാണിയെ അവൻ കണ്ടു. വന്ധ്യദേവനെ പ്രതീക്ഷിച്ചിരിക്കാതെ കണ്ടതും അവളുടെ പവിഴാതരം മെല്ലെ തുറന്ന് മുത്തുപല്ലുകൾ വെളിയിൽ കാണുന്ന വിധം ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഒന്നും സംസാരിക്കാൻ പറ്റാത്ത നിലയിലായി അവൾ. വന്ധ്യദേവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. പരിഭ്രമം നിയന്ത്രിച്ചുകൊണ്ട് അവൾ അവനെ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് പറഞ്ഞു, "വാസുകി, നീ നിന്റെ സ്ഥലത്ത് പോയിരിക്കൂ. ആരെങ്കിലും വരികയാണെങ്കിൽ അടയാളം തരൂ." വാസുകി ഇടനാഴിയുടെ ഭാഗത്തേക്ക് പോയി. "ദേവി, താങ്കളുടെ ദാസി പെണ്ണിന് എന്നെ കണ്ട് മന്ത്രവാദിയല്ലേ എന്നൊരു സംശയം. അതിനവൾ എന്നോട് എന്താണ് ചോദിച്ചതെന്ന് അറിയാമോ? നീ തന്നെയാണോ എന്ന്." ഇളയറാണി നന്ദിനി ഒന്ന് വശ്യമായി പുഞ്ചിരിച്ചു. "നിന്നെ അവൾ സംശയിച്ചോ? മന്ത്രവാദികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരെല്ലാം നുണയന്മാരാണ്. നീയാണ് യഥാർത്ഥ മന്ത്രവാദി. എന്ത് മന്ത്രവിദ്യ പ്രയോഗിച്ചാണ് നീ ഇപ്പോൾ ഇവിടെ വന്നത്?" "മന്ത്രവിദ്യ ഒന്നും വേണ്ടി വന്നില്ല. മതിൽ ചാരിയിരുന്ന ഏണി വഴിയാണ് ഞാനിവിടെ വന്നത്." "അത് മനസ്സിലായി. ആ പെണ്ണിനെ എന്തു മായ കാണിച്ചാണ് പറ്റിച്ചത് എന്നാണ് ചോദിച്ചത്." ഞാനൊന്ന് പുഞ്ചിരിച്ചപ്പോൾ തന്നെ അവൾ മയങ്ങി. "അത് നടന്നില്ലെങ്കിൽ താങ്കളുടെ മുദ്രബോധം എടുത്ത് കാണിച്ചാലോ എന്ന് വിചാരിക്കുകയായിരുന്നു." "അത് ഭദ്രമായി കയ്യിലില്ലേ? അതുള്ളപ്പോൾ പകലിൽ നേരെ തന്നെ ഇവിടെ വരാമായിരുന്നല്ലോ. എന്തിനാണ് കള്ളലെ പോലെ വന്നത്?" നന്ദിനി ചോദിച്ചു. "ദേവി, താങ്കളുടെ ഭർതൃ സഹോദരൻ ചെറിയ പഴുവേറ്റരയർ 2 പേരെ എനിക്ക് കാവലായി ഏർപ്പെടുത്തിയിരുന്നു. അവരുടെ കണ്ണു വെട്ടിച്ചു വന്ന താങ്കൾ എനിക്ക് വരാൻ ഏണി വെച്ചിരിക്കുകയായിരുന്നു എന്ന് വിചാരിച്ചു. അതൊരു മന്ത്രവാദിക്കായിരുന്നു എന്നെനിക്കറിയില്ലായിരുന്നു. ക്ഷമിക്കണം," അവൻ പറഞ്ഞു. "നിന്നെ കിട്ടിയ സ്ഥിതിക്ക് ഇനി എനിക്ക് വേറെ മന്ത്രവാദി വേണ്ട. ഞാൻ നിന്നെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്താ ഇനിയും എന്നെ കാണാൻ വരാത്തത് എന്ന് ആലോചിക്കുകയായിരുന്നു." "അത്ഭുതം തന്നെ. എനിക്കും ദേവിയെപ്പറ്റി തന്നെയായിരുന്നു ചിന്ത." "നിനക്ക് പൂർവ്വജന്മ വാസനയിൽ വിശ്വാസമുണ്ടോ?" നന്ദിനി ചോദിച്ചു. "എന്നുവെച്ചാൽ?" "കഴിഞ്ഞ ജന്മങ്ങളിൽ 2 പേർക്ക് സ്നേഹമോ ബന്ധമോ ഉണ്ടായിരുന്നാൽ അത് അടുത്ത ജന്മത്തിൽ അവരെ വീണ്ടും അടുപ്പിക്കും. കാരണമറിയാത്ത ഒരു സ്നേഹബന്ധം അവർ തമ്മിൽ ഉണ്ടാകും എന്ന് വിശ്വാസമുണ്ട്." "ഇന്നലെ വരെ എനിക്ക് അങ്ങനെ വിശ്വാസമുണ്ടായിരുന്നില്ല," വന്ധ്യദേവൻ പറഞ്ഞു. "പക്ഷേ അവൻ്റെ മനസ്സിൽ ജോത്സ്യരുടെ വീട്ടിൽ കണ്ട പെൺകുട്ടിയായിരുന്നു എന്ന് മാത്രം." "ആഴ്വാർക്കടിയാൻ പറഞ്ഞയച്ചത് എന്നൊക്കെയാണല്ലോ അന്ന് നീ എന്നോട് പറഞ്ഞത്." "ശരിയാണല്ലോ. താങ്കളുടെ മുഖം കണ്ടാൽ വന്ന കാര്യങ്ങൾ മറന്നുപോകുന്നു.
വീരനാരായണപുരത്തിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അപ്പോഴാണ് താങ്കളുടെ പല്ലക്ക് വലിയ പഴുവേറ്റരയുടെ പരിവാരങ്ങൾക്കൊപ്പം ആ വഴി പോയത്. ഞാൻ കടമ്പൂർ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം താങ്കളുടെ അടുത്ത് ഒരു സന്ദേശം അറിയിക്കാൻ എന്നെ ഏൽപ്പിച്ചു. താങ്കളെ കടമ്പൂരിൽ കാണാൻ സാധിച്ചില്ല. തഞ്ചാവൂർ കോട്ടയ്ക്കരികിൽ താങ്കളുടെ പല്ലക്ക് എൻ്റെ കുതിരയെ ഇടിച്ചപ്പോഴാണ് കാണാൻ സാധിച്ചത്. അവസാന വാചകം കേട്ട് റാണി ചിരിച്ചു. അതെ, ഞാൻ കയറുന്ന പല്ലക്ക് ഒരു വല്ലാത്ത പല്ലക്കാണ്.